ആംബുലൻസിന് വഴി നൽകാതെ കാർ. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ കാർ വഴിമുടക്കിയത്. കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെട്ടതോടെ ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തുവാൻ ആംബുലൻസ് വൈകി. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഇപ്പോൾ കാസർഗോഡിലും. നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും 40% വരെ കിഴിവ്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, KSRTC കോംപ്ലക്സ്, KPR റാവ് റോഡ്, കാസർഗോഡ്. കാസർഗോഡ് കേരവൽ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിലായ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസിനാണ് ദുരനുഭവമുണ്ടായത്. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളമാണ് യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. KL 48 K98 88 നമ്പർ ഹ്യുണ്ടായി കാറാണ് ആംബുലൻസിൻ്റെ വഴിമുടക്കിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് നൽകാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റ് വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ ഡെയ്സൺ ഡിസൂസ പറയുന്നു. ഇന്നലെ 7:50 ഈ സംഭവം നടന്നത്. ബേക്കൽ നിന്ന് കാഞ്ഞങ്ങാട് വരെയാണ് അപകട രീതിയിൽ വണ്ടി ഓടിക്കുകയും വണ്ടി മുന്നോട്ട് പോകാൻ സമ്മതിക്കാണ്ട് എത്ര ഓർമ്മ മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടയിൽ 2 വണ്ടിക്കാരെ ഇടിക്കുകയും നിർത്താണ്ടുകയും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട്. നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സ്ട്രോക്ക് പേഷ്യൻ്റാ, ഏകദേശം ഒരു 15 മിനിറ്റ് വൈകി കാണും. കാർ വഴിമുടക്കിയതിനെ തുടർന്ന് 20 മിനിറ്റോളം വൈകിയാണ് ആംബുലൻസിന് രോഗിയുമായി ആശുപത്രിയിലെത്തുവാനായത്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ എന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് RTO അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.